തിരുവനന്തപുരം AKG സെന്റർ ആക്രമണ കേസിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ പ്രതികളാക്കി കുറ്റപത്രം. സ്ഫോടകവസ്തു എറിഞ്ഞത് വി ജിതിൻ ആണെന്നും ഇതിന് ടി നവ്യ സഹായിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. KPCC ഓഫീസിനെതിരായ DYFI പ്രതിഷേധത്തിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നും തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ച ആദ്യഘട്ട കുറ്റപത്രത്തിലുണ്ട്. ഹരി മോഹൻ വിവരങ്ങളുമായി ചേരുന്നു. ഹരി, എന്താണ് കുറ്റപത്രത്തിൽ പറയുന്നത്? അജിംസ്, രണ്ടുപേരെ പ്രതികളാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ആദ്യഘട്ട കുറ്റപത്രമാണ്. വി ജിതിൻ അതുപോലെ ടി നവ്യ, ഈ 2 പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് പ്രതികളായിട്ട് പറയുന്നത്. കഴക്കൂട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ ജിതിൻ എന്ന് പറയുന്നയാൾ. ജിതിനാണ് സ്ഫോടക വസ്തു AKG സെന്ററിന് നേർക്ക് എറിഞ്ഞത് എന്നുള്ളതാണ് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയൊരു കാര്യം. ഈ ജിതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ടി നവ്യയാണ്. അതായത് ജിതിനു വേണ്ടി സ്കൂട്ടർ എത്തിച്ച് നൽകിയത് നവ്യയാണ്. ഒപ്പം തന്നെ ആ സംഭവം നടന്ന ശേഷം സ്കൂട്ടർ മടക്കി കൊണ്ടുപോവുകയും ചെയ്തത് നവ്യയാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തിനു വേണ്ടിയാണ് AKG സെന്ററിന് നേർക്ക് ഇവർ ആക്രമണം നടത്തിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ക്രൈംബ്രാഞ്ച് പറയുന്നത്, KPCC ആസ്ഥാനത്തിലേക്ക് ഈ സംഭവം, അതായത് AKG സെന്റർ ആക്രമണം നടക്കുന്നതിന് 2 ആഴ്ച മുമ്പ് KPCC ആസ്ഥാനത്തേക്ക് CPM DYFI പ്രവർത്തകർ ഒരു മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ച് അക്രമാസക്തമായി KPCC ഓഫീസിലെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറിയായിരുന്നു ഇത്തരത്തിൽ മാർച്ച് അക്രമാസക്തമായത് എന്നുള്ള ഒരു കണ്ടെത്തലുണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ്, അതിലുള്ള വൈരാഗ്യത്താലാണ് ഇത്തരത്തിൽ AKG സെന്റർ ആക്രമണം നടന്നത് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 പ്രതികൾ കൂടി കേസിൽ പിടിയിലാകാനുണ്ട്. അതിലൊന്ന് സുഹൈൽ ഷാജഹാനാണ്. യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സുഹൈൽ ഷാജഹാൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഈ സുഹൈൽ ഷാജഹാനാണ് ഈ ആക്രമണം നടത്താൻ വേണ്ടി ജിതിന് നിർദ്ദേശം നൽകിയത് എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട്. ഈ സുഹൈൽ ഷാജഹാനും ഒപ്പം തന്നെ സുഹൈൽ ഷാജഹാന്റെ ഡ്രൈവർ ആയിരുന്ന സുധീഷ്, ഈ സുധീഷിന്റേതാണ് സ്കൂട്ടർ, അതായത് നവ്യ എത്തിച്ച് നൽകിയ സ്കൂട്ടർ സുധീഷിന്റേതാണ്. അപ്പോൾ സുഹൈൽ ഷാജഹാനെയും സുധീഷിനെയും കൂടി ഇനി പിടികൂടാനുണ്ട്. ഇവർ 2 പേരും വിദേശത്തേക്ക് കടന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ പ്രത്യേക കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവം നടന്ന് 22 മാസങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത് എന്നുള്ളത് കൂടി എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇനി പ്രത്യേക കുറ്റപത്രമാണ് സമർപ്പിക്കാനുള്ളത്. അജിംസ്. ശരി ഹരിമോഹൻ. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.